വീണയുടെ പങ്കാളിത്തത്തിലുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന സ്ഥാപനത്തെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ശക്തിപ്പെടുന്നു. ഇഡി റെയ്ഡിലൂടെ മാത്രമാണ് ഇത്തരമൊരു സ്ഥാപനത്തിന്റെ വിവരം പുറംലോകം അറിഞ്ഞതെന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണെന്ന് തെളിയുകയാണ്. മുൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസിന്റെ സത്യവാങ്മൂലം പരിശോധിച്ച് ഈ ആംഗിളിൽ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന നേരത്തെ തന്നെ പരസ്യമായി വെളിപ്പെടുത്തിയ സ്ഥാപനമാണെന്ന റിയാസിന്റെ വാദം 100% ശരിയാണെന്ന് വ്യക്തമാകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖകൾ ലേക്കർ ഇന്ത്യ കോർപ്പിന് പുറമെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള മറ്റ് 2 കമ്പനികളുടെ വിവരങ്ങളും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യത്തെ ഇഡി റെയ്ഡിലൂടെ പുതുതായി കണ്ടെത്തി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണെന്നാണ് CPMന്റെ ആരോപണം. അതിനിടെ CMRL ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇഡി നടത്തിയ മിന്നൽ പരിശോധനകൾക്ക് പിന്നാലെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യിക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിനെയും ഇഡി വൈകാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. കഴിഞ്ഞ മേയിൽ വീണ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്ത ചുവന്ന കവറുള്ള ഡയറിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ഇഡി അന്വേഷണം പുരോഗമിക്കുന്നത്. ഡയറിയിൽ രേഖപ്പെടുത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോദ്യം ചെയ്യലിൽ കോഴിക്കോട്ടെ നിഖിൽ, വാരിസ്, ഷജൽ, ഫൈജാസ് എന്നിവരിലാണ് എക്സാലോജിക് അക്കൗണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയതായി വീണ സമ്മതിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ വേളയിൽ ഇവർ 4 പേരും ഭർത്താവ് റിയാസിന്റെ സുഹൃത്തുക്കളാണെന്നും അതിലൊരാൾ തന്റെ കൂടി സുഹൃത്താണെന്നുമായിരുന്നു വീണയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഈ തുക കൈമാറിയതെന്നും വീണ വ്യക്തമാക്കിയിരുന്നു. റിയാസിന്റെ സുഹൃത്തുക്കളുമായുള്ള ഈ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്നാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു റിയാസിന്റെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി കഴിഞ്ഞ ദിവസം വ്യാപക പരിശോധന നടത്തിയത്. രാവിലെ 6:30 ആരംഭിച്ച മിന്നൽ പരിശോധനകൾ രാത്രി വൈകിയാണ് അവസാനിച്ചത്. KCK, ഡെന്റൽ ആൻഡ് സർജിക്കൽസ്, ക്യാപിറ്റൽ മാർബിൾസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലായിരുന്നു റെയ്ഡ്. നേരത്തെ നടത്തിയ പരിശോധനകളിൽ ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ അക്കൗണ്ടിൽ 15,57,414 രൂപ ഉണ്ടെന്ന് ഇഡി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് പന്തീരങ്കാവിലെ കോടൽ നടങ്കാവ് കേന്ദ്രീകരിച്ച് 2023 പങ്കാളിത്ത വ്യവസ്ഥയിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനം മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണമാണ് പ്രധാനമായും നടത്തുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വിവരങ്ങളെല്ലാം നേരത്തെ തന്നെ പൊതുസമക്ഷമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയ വസ്തുക്കൾ മറച്ചുവെച്ച് ഇഡി അപവാദ പ്രചാരണത്തിന് വഴിയൊരുക്കുകയായിരുന്നു എന്നുമാണ് CPMന്റെ നിലപാട്. മുഹമ്മദ് റിയാസിനെയും കുടുംബത്തെയും കേസിൽ കുടുക്കാനായി കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് നടത്തുന്ന ഇഡി റെയ്ഡുകളെയും തുടർ നടപടികളെയും രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPMന്റെ അന്തിമ തീരുമാനം. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തന ശൈലിയിൽ വരുത്തിയ പെട്ടെന്നുള്ള മാറ്റത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം. മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെയും CPM DYFI നേതാക്കളുടെയും വസതികളിലേക്ക് സ്ഥാപനങ്ങളിലേക്കും ഇഡി സംഘം ഇരച്ചെത്തിയത് പൂർണ്ണമായും സർജിക്കൽ സ്ട്രൈക്ക് മാതൃകയിലായിരുന്നു. മിന്നൽ പരിശോധനകൾ സംസ്ഥാനത്തൊട്ടാകെ വാർത്തയായപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നോ ആരുടെ വാതിലിലാണ് അടുത്തതായി മുട്ടുകയെന്നോ പ്രവചിക്കാൻ പോലും കഴിയാത്ത വിധം നെട്ടോട്ടമോടുകയാണ് സംസ്ഥാന ഇന്റലിജൻസ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിശോധന വിവരങ്ങൾ സമയബന്ധിതമായി സംസ്ഥാന സർക്കാരിന് കൈമാറേണ്ടത് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ്. കേന്ദ്ര ഏജൻസികൾ നേരിട്ട് സ്ഥലത്തെത്തുകയും പരിശോധനകൾ തുടരുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇപ്പോൾ പ്രാദേശിക പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും വിവരം അറിയുന്നത് തന്നെ. മുൻകാലങ്ങളിൽ റെയ്ഡ് നടത്തുമ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിൽ സംസ്ഥാന പോലീസിന്റെ സഹായം ഇഡി സംഘം തേടാറുണ്ടായിരുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തിയില്ലെങ്കിലും ക്രമസമാധാനം ഉറപ്പാക്കാൻ പ്രാദേശിക പോലീസിനെ ഒപ്പം കൂട്ടുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തെ മിന്നൽ പരിശോധനകളിൽ ഒരിടത്തും സംസ്ഥാന പോലീസിന്റെ സഹായം തേടാൻ ഇഡി തയ്യാറായില്ല. പൂർണ്ണമായും കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു നീക്കങ്ങൾ മുഴുവനും നടത്തിയത്. ക്രമസമാധാന പ്രശ്നങ്ങളുടെ ഉണ്ടാവുമോ എന്ന് നിരീക്ഷിക്കാൻ പോലും സംസ്ഥാന പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നില്ല എന്നത് ഇതിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് നടത്തുമ്പോഴോ ഈ തൊണ്ടി മുതലുകൾ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്ന പതിവും പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടിരുന്നു. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 6 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നുള്ള ഇഡി സംഘം കോഴിക്കോട് അപ്രതീക്ഷിത പരിശോധന ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിൽ, DYFI ഭാരവാഹികളായ നന്ദുലാൽ, അതുപോലെ തന്നെ ഫെബീഷ് മുഹമ്മദ്, ബിസിനസ് പങ്കാളിയായ ഫാരിഷ് കളത്തിങ്കൽ, ഷൈജൽ തുടങ്ങിയവരുടെ കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. നിഖിലിന്റെ ഫറോക്കിലെ തറവാട് വീട്ടിൽ ആദ്യം എത്തിയ ഇഡി സംഘം അദ്ദേഹം അവിടെയില്ല എന്ന് മനസ്സിലാക്കിയ അശോകപുരത്തെ ഫ്ളാറ്റിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ഇഡിയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ വിറച്ചിരിക്കുകയാണ് പിണറായിയും കുടുംബവും സുഹൃത്തുക്കളും.